യെസ് ഹലോ ചോ ഹായ് നമസ്തേ ക്യാ ഹാൽ ചാൽ. ഡയറി ലെറ്റർ ഒന്നും ഇല്ലാത്തൊരു ചോദ്യ പേപ്പർ നമ്മൾ ഹിന്ദിയിൽ ഇനി കാണത്തില്ല. സോ അതുകൊണ്ട് തന്നെ ഡയറിയുടെയും ലെറ്ററിന്റെ ഒരു ഫോർമാറ്റ് നമുക്ക് പഠിച്ചാലോ. വളരെ സിമ്പിൾ ആയിട്ട് കാണിച്ചു തരാം. ഇത്രമാത്രം നോക്കിയാൽ മതി. ഡയറി എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ലെഫ്റ്റ് സൈഡിൽ താരിഖ് എഴുതണം, ലെഫ്റ്റ് സൈഡിൽ ഡേറ്റ് നമ്മൾ എഴുതണം, തൊട്ട് താഴെ ദിവസം നമ്മൾ എഴുതണം. ഓക്കെ, ലെഫ്റ്റ് സൈഡിൽ താരിഖ് എഴുതണം, തൊട്ട് താഴെ ദിവസം നമ്മൾ എഴുതണം. എന്നിട്ട് എന്ത് ചെയ്യണം? ആജ് കാ ദിൻ മേ കബീ ഭൂൽ നഹി സക്താ, ഇന്നത്തെ ദിവസം ഞാൻ എന്ത് ചെയ്യത്തില്ല, ഒരിക്കലും മറക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കണം. ഡയറി എന്ന് പറയുന്നത് എപ്പോഴും മേ എന്ന് പറയുന്ന ഫസ്റ്റ് പേഴ്സൺ ആയിട്ടുള്ള ഒരു സർവനാമാണ് ഉപയോഗിക്കുക. മേ വെച്ചിട്ടൊക്കെയാണ് എഴുതുക. കാരണം ഡയറി നമ്മൾ എന്തിനാണ് എഴുതുക? ഡയറി എന്ന് നമ്മൾ ഇംഗ്ലീഷിലായാലും ഡയറി നമ്മൾ എന്തിനാണ് എഴുതുന്നത്? ഒരു ദിവസത്തെ എന്തൊക്കെയെങ്കിലും ഇൻസ്പിറൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഘടന നമുക്ക് ഉണ്ടാവും. ആ ഒരു ഘടന വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡയറി എഴുതുന്നത്. അതുകൊണ്ട് തന്നെ ഡയറി എന്ന് പറയുമ്പോൾ ആ ദിവസത്തെ നിങ്ങൾ എന്തൊക്കെയാണോ ചെയ്തത് അല്ലെങ്കിൽ അനുഭവിച്ചത് അതിനെക്കുറിച്ചാണ് ഡയറി എഴുതുക. സോ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഇങ്ങനെ പോകണം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ജിമ്മൻ സാറിന്റെ ഒരു ഫോർമാറ്റ് ഉണ്ട്, കാണിച്ചു തരാം. നിങ്ങൾക്ക് ജസ്റ്റ് ഇതൊന്ന് നോക്കിയേ. ഇതിലെല്ലാത്തിനും ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? റെഡിയാക്കിയിട്ടുണ്ട്. ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ട്, ഒരു ഹുക്ക്, അതുപോലെ തന്നെ കൺക്ലൂഷൻ ഒക്കെ സെറ്റാണ്. എന്താ സംഭവം ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് എഴുതി പ്രാക്ടീസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇതുപോലെ തന്നെ ഇത് പഠിച്ചിട്ട് ബാക്കി നിങ്ങൾക്ക് ചോദ്യത്തിനനുസരിച്ച് എന്ത് ചെയ്യാം? വായിച്ചെഴുതാൻ പറ്റുവാണെങ്കിൽ, പഠിച്ച ഓർമ്മയിൽ എഴുതാൻ പറ്റുവാണെങ്കിൽ അങ്ങനെ പോവാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇതൊക്കെ ഒരു എലമെന്റ്സ് ആണ്. ദീസ് ആർ എലമെന്റ്സ്. ഓക്കെ, ഓൺലി ഞാൻ പറയുന്നത് ഇതൊന്നും നിങ്ങൾ ബൈ ഹാർട്ട് പഠിക്കണ്ട. ഇതൊക്കെ എലമെന്റ്സ് ആണ്. ഓക്കെ, ഇറ്റ്സ് ആർ പ്യൂർലി എലമെന്റ്സ്. നിങ്ങൾക്ക് വേണ്ടതൊക്കെ എടുക്കാം, അല്ലാത്തതൊക്കെ ഒഴിവാക്കാം. എന്ന് നോക്കിയാടാ. പ്രിയ ഡയറി, ലെഫ്റ്റ് സൈഡിൽ നമ്മൾ എന്തു? സോമവാർ, അതുപോലെ തന്നെ ഡേറ്റ്, ടി ഡി, താരിഖ്, ദിൻ. ഇനി ഞാൻ ഒരു കാര്യം പറയാം. ലെറ്ററിനും ഡയറിക്കും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ എന്താണ് ഈ ഒരു കോഡ്? ചിലർ പറയും സാർ എങ്ങനെയാണ്? താരിഖാണോ, ഡേറ്റ് ആണോ, ലെറ്റർ ആണോ, അല്ല ഐ മീൻ ഡേറ്റ് ആണോ ഇടുക, ദിവസമാണോ ഇടുക? ഡൗട്ട് ഉണ്ടാവും. നിങ്ങൾ ഇങ്ങനെ STD നമുക്കറിയില്ലേ? ഒരു ബൂത്ത് നമ്മൾ ബൂത്ത് കാണാറുണ്ട് അല്ലെ? ബൂത്തിനെ നമ്മൾ എന്ത് പറയുന്നുണ്ട്? STD എന്ന് പറയാറുണ്ട് അല്ലെ? STD ക്യാ ഹോത്താ? ഓക്കെ, STD. ഓക്കെ, ക്യാ? ഓക്കെ, ശരി. ഓക്കെ, അപ്പൊ ക്യാ ഹോ രഹാ യാർ? താ വരുന്ന സമയത്ത് വൈ ഇറ്റ്സ് കമ്മിങ് ടു. ഓക്കെ, നൗ ഇറ്റ്സ് കറക്റ്റ്. സോ ബൂത്ത്. ഓക്കെ, സോ STD. ഇനി എന്ത് ചെയ്യണം? STD എന്താണ്? S ഫോർ സ്ഥാൻ. ഓക്കെ, S ഫോർ സ്ഥാൻ. T ഫോർ താരിഖ്, D ഫോർ ഡേറ്റ് അല്ലെങ്കിൽ ദിൻ. ഡേ. ഓക്കെ, ഡേറ്റ് അല്ല ഡേ. ഡേറ്റ് ഓൾറെഡി മേലെ പോയി. ഓക്കെ, സോ എന്താണ്? പ്ലേസ്. സ്ഥാൻ എന്ന് പറഞ്ഞാൽ പ്ലേസ് ആണ്. താരിഖ് എന്ന് പറഞ്ഞാൽ ഡേറ്റ് ആണ്. ഇതെന്താണ്? ഡേ ആണ്. ഓക്കെ, സോ സ്ഥാൻ താരിഖ് ദിൻ. ഓക്കെ, സ്ഥാൻ താരിഖ് ദിൻ ആണ്. ഓക്കെ, സോ സ്ഥാൻ താരിഖ് ദിൻ ആണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. സ്ഥാൻ താരിഖ് ദിന്നെ ഒരു കോഡ് ഉണ്ട്, STD. ഇനി എന്താ ചെയ്യേണ്ടത്? ഈ ST എവിടെയാണ് ഉപയോഗിക്കുന്നത്? തൊട്ട് ആദ്യം കണ്ട നമ്മൾ എന്ത് ചെയ്യണം? ഈ ST ഒന്ന് നോട്ടിൽ എഴുതിക്കോ. STD കോഡ്. എസും ടിയും നമ്മൾ എന്ത് ചെയ്യുന്നു? കണക്ട് ചെയ്യുന്നു. സ്ഥാൻ താരിഖ് നമ്മൾ എന്ത് ചെയ്യുന്നു? കണക്ട് ചെയ്യുന്നു. ഈ സ്ഥാൻ താരിഖ് സാറേ എവിടെ എഴുതേണ്ടത്? ഈ സ്ഥാൻ താരിഖ് എഴുതേണ്ട സ്ഥലമാണ് നമ്മുടെ ലെറ്ററിന്റെ റൈറ്റ് സൈഡിൽ. ഓക്കെ, ലെറ്ററിന്റെ റൈറ്റിൽ അതാണ് നമ്മൾ എന്ത് ചെയ്തേണ്ടത്? അപ്പൊ എന്താണ് സാറേ? TD സ്ഥാൻ താരിഖ് നമ്മൾ ലെറ്ററിൽ എഴുതി. അപ്പൊ സാർ എന്താണ് TD എന്ന് വെച്ച് കഴിഞ്ഞാൽ താരിഖ് ദിൻ ആണ്. ഇത് രണ്ടും കണക്ട് ചെയ്യുക. ഓക്കെ, താരിഖ് ദിൻ, രണ്ടിലും T കോമൺ ആണ്, പക്ഷേ ഓർഡർ വ്യത്യാസമാണ്. ഓർഡർ S കഴിഞ്ഞിട്ടാണ് T, അത് ലെറ്ററിൽ പോകും. ഓക്കെ, സ്ഥാൻ താരിഖ്. പക്ഷേ ഡയറിയുടെ കേസിൽ താരിഖ് ദിൻ ആണ്. താരിഖ് ആ ഒരു ഡേറ്റും അതിനുശേഷം ദിവസവും. ഓക്കെ, അതെന്ത് ചെയ്യുന്നു? TD എന്ന് പറഞ്ഞിട്ട് അത് ഡയറിയിൽ പോകും. ഇതാണ് കണ്ടീഷൻ. സോ ഇത് ഡയറിയുടെ ആണ്, അത് ലെറ്ററിന്റെ ആണ്. ഡയറി. ഓക്കെ, സെറ്റ് അല്ലേ? ഈസി അല്ലേ? റെഡി. ഇനി നോക്കിയേ എന്താണ്? പ്രിയ ഡയറി, പ്രിയപ്പെട്ട ഡയറി. ആജ് കാ ദിൻ മേരെ ജീവൻ കാ ഏക് അവിസ്മരണ ദിൻ ഹൈ. ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് അവിസ്മരണമാണ്, എന്റെ ജീവിതത്തിലെ അവിസ്മരണമായിട്ടുള്ള ദിവസമാണ്. സുബഹ് സബ് കുച്ച് സാമാന്യ താ, രാവിലെ എല്ലാം ഓക്കെ ആയിരുന്നു. ലേക്കിൻ ആജ് ऐसी घटना घटी, ഇന്ന് സംഭവിച്ച ആ ഒരു സംഭവം, ഇൻസിഡന്റ് എന്ന് പറയുന്നത് മേരെ ജിന്ദഗി മേ പെഹ്ലെ കബി നഹി ഹുയി തീ, എന്റെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇസ് ഘടന ने मेरी सोच को पूरी तरह बदलने में मदद की. ഈ ഒരു കാര്യം എന്റെ ചിന്തയെ തന്നെ മാറ്റിമറിക്കാൻ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ആജ് മേ, ഇന്ന്, ഏതെങ്കിലും വ്യക്തിയെ കണ്ടതോ എന്തെങ്കിലും നിങ്ങൾക്ക് അവിടെ കൊടുക്കാം. സെറ്റ് അല്ലേ? ഇതൊന്ന് വായിച്ചു നോക്കിയേ. ആജ് കാ ദിൻ മേരെ ജീവൻ കാ അവിസ്മരണ ദിൻ ഹേ. ഇതൊന്ന് എഴുതി പ്രാക്ടീസ് ചെയ്യണേ. ഏറ്റവും ആജ് കാ ദിൻ, ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് മേരെ ജീവൻ കാ ഏക് അവിസ്മരണ ദിൻ ഹേ, എന്റെ ജീവിതത്തിലെ അത്രയും അവിസ്മരണമായിട്ടുള്ള ദിവസമാണ്. സുബഹ് സബ് കുച്ച് സാമാന്യ താ, രാവിലെ എല്ലാം ഓക്കെ ആയിരുന്നു. ലേക്കിൻ ആജ് ऐसी घटना घटी जो मेरी जिंदगी में पहले कभी नहीं हुई थी. ഇന്ന് സംഭവിച്ച ആ ഒരു ഇൻസിഡന്റ്, ആ ജോ ഘടന ഘട്ടി, ഇന്ന് സംഭവിച്ച സംഭവം
जिंदगी में पहले कभी नहीं हुई थी, ജീവിതത്തിൽ ഇതിനു മുമ്പ് സംഭവിച്ചിട്ടില്ല. इस घटना ने मेरी सोच को पूरी तरह बदलने में मदद की. ഈ ഒരു ചിന്താഗതി എൻ്റെ ഇന്നത്തെ ഒരു ഇൻസിഡന്റ് എൻ്റെ ചിന്തയെ തന്നെ പൂർണ്ണമായി മാറ്റിമറിക്കാൻ വേണ്ടി ഒരുപാട് തരത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, സഹായിച്ചിട്ടുണ്ട്. ആജ് മേ, ഇന്ന് ഈ ഒരു വ്യക്തിയെ കണ്ടു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എഴുതാം. മേരെ പാസ് എല്ലാം കഴിഞ്ഞു. എന്നിട്ട് ആ ഒരു കോണ്ടന്റ് നിങ്ങൾ എന്ത് ചെയ്യണം, ചോദ്യത്തെ 2-3 തവണ വായിച്ചിട്ട് ആ ഒരു കോണ്ടന്റ് എഴുതാം. കോണ്ടന്റ് കുറഞ്ഞാൽ ഇനി പ്രശ്നമാവുന്നില്ല, കാരണം നിങ്ങൾ ഇതൊന്നും എഴുതി പ്രാക്ടീസ് ചെയ്ത് തന്നെ തിരിയും ഡയറി എത്രമാത്രം വാസ്റ്റ് ആയിട്ടുണ്ട്. സോ മേരെ पास भावनाओं को व्यक्त करने के लिए शब्द नहीं है. എൻ്റെ അടുത്ത് എൻ്റെ ഇമോഷൻസ് വ്യക്തമാക്കാൻ വാക്കുകളില്ല. ഈ ദൃശ്യനെ മേരി മൻ പി ഗഹ്റാ പ്രഭാവ് ചോड़ दी. ഈ ദൃശ്യം എൻ്റെ മനസ്സിൽ വളരെ ആഴത്തിലുള്ള പ്രഭാവമാണ് ആക്കിയത്. മേരി ചേതന നയി സോച്ച് സെ ഭർ ഉടി. എൻ്റെ കോൺഷ്യസ്നെസ്, എൻ്റെ ആ ഒരു ചേതന, കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് പുതിയ ചിന്തകളിൽ നിറഞ്ഞു. मैंने आज बहुत कुछ सीखा. ഞാൻ ഇന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. मैं इस दिन को कभी नहीं भूल पाऊंगा. ഈ ദിവസത്തെ ഞാൻ ഒരിക്കലും മറക്കത്തില്ല. अब बहुत रात हो गई है. ഇപ്പോൾ ഒരുപാട് രാത്രി ആയിട്ടുണ്ട്. ശുഭരാത്രി എന്ന് വേണമെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ കൂടി എഴുതാം. ഓക്കെ, സോ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഡയറി സെറ്റ് ആണ്. ഇത് മനസ്സിലായോ? ഒന്നും കൂടെ റിവൈസ് ചെയ്ത് കണ്ടു നോക്കിയേ, ഒന്ന് റിവൈസ് ചെയ്ത് കണ്ടു നോക്കിയേ, സെറ്റ് ആവും. ഓക്കെ, ഡയറിയുടെ ആ ഒരു ഫോർമാറ്റിന് പകരം ടെംപ്ലേറ്റ് രൂപത്തിൽ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. സോ കോണ്ടന്റ് പക്കയായിട്ട് 2-3 തവണ എഴുതണം, വായിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് തന്നെ എന്ത് ചെയ്യണം, സോ ചോദ്യം പ്രോപ്പറായിട്ട് വായിച്ചിട്ട് തന്നെ ഉത്തരത്തിലേക്ക് കടക്കാൻ വേണ്ടി ശ്രമിക്കുക. ശരി, ഇത് ഓക്കെ അല്ലേ? ഇനി നമുക്ക് ലെറ്ററിലേക്ക് കടന്നാലോ. ലെറ്ററിന്റെ ആ ഒരു ഫോർമാറ്റ് എങ്ങനെയാണ് സാറേ? സോ ലെറ്റർ എഴുതുന്ന സമയത്ത് നമ്മൾ റൈറ്റ് സൈഡിൽ സ്ഥാൻ താരിഖ്, സ്ഥാൻ എന്ന് പറഞ്ഞാൽ പ്ലേസ് ആണ്, ടി താരിഖ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഡേറ്റ് ആണ്. പ്ലേസും ഡേറ്റും ആണ് നമ്മൾ റൈറ്റ് സൈഡിൽ എഴുതുന്നത്. ഇനി ലെഫ്റ്റ് സൈഡിൽ എന്ത് ചെയ്യണം, പ്രിയ മിത്രേ, പ്രിയ സുഹൃത്തേ, തും कैसे हो, how are you, ठीक है ना, are you okay, मुझे तुमसे एक जरूरी बात बतानी है. എനിക്ക് നിന്നോട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാനുണ്ട്. നോക്കിയേ എന്തൊക്കെയാ പറഞ്ഞേ. ഹൗ ആർ യു, പ്രിയ മിത്ര എന്ന് ലെഫ്റ്റ് സൈഡിൽ എഴുതി. നമുക്കറിയുന്ന സ്ഥാൻ താരിഖ്, ST എന്ന് പറയുന്ന സ്ഥാൻ താരിഖ്, ഏതെങ്കിലും ഒരു പ്ലേസും അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ഡേറ്റ്, ഇഷ്ടമുള്ള റാൻഡം ആയിട്ട് നിങ്ങൾക്ക് ഡേറ്റ് കൊടുക്കാം. ഓക്കെ, 2/26. സോ അത് നമ്മൾ റൈറ്റ് സൈഡിൽ എഴുതി. ഇനി ലെഫ്റ്റ് സൈഡിൽ എന്ത് ചെയ്യണം, പ്രിയ മിത്രമേ, തും कैसे हो, how are you, ठीक है ना, are you okay, मुझे तुमसे एक जरूरी बात बतानी है, मुझे तुमसे एक जरूरी बात बतानी है. എനിക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു കാര്യം നിന്നോട് പറയാനുണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ആ ഡയറി ലെറ്റർ സൂപ്പറായിട്ട് നിങ്ങളോട് എന്താ ചോദ്യത്തിൽ തന്നത് അത് സൂപ്പറായിട്ട് എഴുതണം. അപ്പൊ നിങ്ങൾ വിചാരിക്കണം സുഹൃത്തിനെ എഴുതുമ്പോൾ മാത്രമാണ് തും ഉപയോഗിക്കുക. തും എന്ന് പറഞ്ഞാൽ നിങ്ങളാണ്. ഓക്കെ, തും എന്ന് പറഞ്ഞാൽ നിങ്ങളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു സുശീൽ ശുക്ലജിനെ പോലത്തുള്ള റെസ്പെക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരിൽ നിങ്ങൾക്ക് ലെറ്റർ എഴുതുമ്പോൾ നിങ്ങൾ ഉപയോഗിക്കരുത്, ആപ്പ് ഉപയോഗിക്കണം. ഓക്കെ, ആപ്പ് എന്ന പ്രൊനൗൺ ആണ് ഉപയോഗിക്കുന്നത്. തുമ്മിന് പകരം ആപ്പ് ഉപയോഗിക്കുക. ആപ്പ് എന്ന് പറഞ്ഞാൽ താങ്കളാണ്, റെസ്പെക്ട്ഫുള്ളി. അപ്പൊ എന്ത് ചെയ്യണം, ഇവിടെയൊക്കെ എന്താക്കണം, ആപ് कैसे है, ठीक है ना, मुझे आपसे एक जरूरी बात बतानी है, താങ്കൾ ആപ്നെ ലിഖി പേഡ് കവിത മേ പടി, താങ്കൾ എഴുതിയിട്ടുള്ള പേഡ് കവിത ഞാൻ വായിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം അത് നിങ്ങൾക്കെല്ലാം. അത് സുശീൽ ശുക്ലിന് അല്ലെങ്കിൽ സുഹൃത്തിനാണ് ലെറ്റർ അയക്കണമെങ്കിലും ഇതുപോലെയാണ് ഫോർമാറ്റിൽ നിങ്ങൾക്ക് ചെയ്യാം. ഇനി എല്ലാം കഴിഞ്ഞിട്ട് റൈറ്റ് സൈഡിൽ എന്ത് ചെയ്യണം, തുമാരാ മിത്ര, ഓക്കെ, യുവർ ഫ്രണ്ടിന് ഒരു സിഗ്നേച്ചർ അതുപോലെ തന്നെ പേരും നമുക്ക് ഇവിടെ കൊടുക്കാം. സെറ്റ് അല്ലേ? ലെഫ്റ്റ് സൈഡിൽ എന്ത് ചെയ്യണം, സേവാമേ, ലെഫ്റ്റ് സൈഡിൽ എന്ത് ചെയ്യണം, ടു അഡ്രസ്, അതുപോലെ തന്നെ പേരും അദ്ദേഹത്തിന്റെ അഡ്രസ്സും പത്ത എന്ന് കൊടുത്താൽ മതി. അഡ്രസ്സിനെ പത്ത എന്ന് പറയും. ഇതാണ് ലെറ്ററിന് നിങ്ങൾക്ക് സെറ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഫോർമാറ്റ്. വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കാം. ഞാൻ പറയുന്ന ഒരു ഫ്രഷ് പേജിൽ തന്നെ 4 മാർക്കിലാണ് നിങ്ങൾ എഴുതുന്നുണ്ടെങ്കിൽ ഒരു ഫ്രഷ് പേജിൽ തന്നെ എഴുതാൻ വേണ്ടി ശ്രമിക്കുക. ഇതിലൊക്കെ ഉപരി നമ്മൾ ഒരു വാട്സ്ആപ്പ് ചാനൽ, ക്ലാസ് 8 ഹിന്ദിക്ക് വേണ്ടിയിട്ട് ഒരു വാട്സ്ആപ്പ് ചാനൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു വാട്സ്ആപ്പ് ചാനൽ നിങ്ങൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പല കാര്യങ്ങളൊക്കെ അതിൽ ഡിസ്കസ് ചെയ്യും. സോ വാട്സ്ആപ്പ് ആപ്പിൽ ജോയിൻ ചെയ്യാൻ, വാട്സ്ആപ്പ് ചാനലിൽ ജോയിൻ ചെയ്യും. ഇറ്റ്സ് എ ചാനൽ. ഓക്കെ, ഇറ്റ്സ് എ ചാനൽ, നോട്ട് എ ഗ്രൂപ്പ്. ഗ്രൂപ്പ് ഒന്നുമല്ല, ഇതൊരു ചാനലാണ്, ഒരു കംപ്ലീറ്റ് ചാനലാണ്. ഓക്കെ, സോ ഇതിൽ നിങ്ങൾ വിചാരിക്കും ഗ്രൂപ്പ് പോലെ ഒന്നല്ല, ഇറ്റ്സ് എ ചാനലാണ്. അതുകൊണ്ട് ഇഷ്ടംപോലെ ആൾക്ക് വരാം. ഓക്കെ, സോ വാട്സ്ആപ്പ് ചാനൽ ജോയിൻ ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ജിമ്മൻ സാർ ജൂപ്പെടുന്ന ആ ഒരു ഇൻസ്റ്റാഗ്രാം നോക്കിയാൽ മതി. ജിമ്മൻ സാർ എന്ന് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം. അവിടെ നിങ്ങൾക്ക് എന്തുണ്ട്, ഓക്കെ, അവിടെ നിങ്ങൾക്ക് എന്തുണ്ട്, അവിടെ ഒരു ലിങ്ക്സ് കാണും. ലിങ്ക് എന്ന് പറഞ്ഞ സെക്ഷൻ കാണും, ലിങ്ക്സ്. അതിൽ ക്ലാസ് 8 നോക്കിയാൽ മതി. സോ അവിടെ ക്ലാസ് 8 പോയിട്ട് ജോയിൻ ചെയ്താൽ മതി. സെറ്റ് ലിങ്ക്സിൽ പോയി ക്ലാസ് 8 പോയി ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് സെറ്റാക്കാം. സോ അപ്പോൾ സാറേ നേരത്തെ പറഞ്ഞ പോലെ ഇതിനെന്തെങ്കിലും വലിയതായിട്ട് എഴുതാൻ പറ്റുമോ എന്നൊക്കെ നമുക്ക് സെറ്റാക്കാം. നിങ്ങൾ കമന്റ് ബോക്സിൽ പറയൂ എന്താണ് അഭിപ്രായം. നേരത്തെ ഡയറി നമ്മൾ കണ്ടു, അതുപോലെ നമുക്ക് ഇതും സെറ്റാക്കാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കാം. സോ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾ കമന്റ് ബോക്സിൽ പറയാം. ഓണം എക്സാം ഹിന്ദി എന്തായാലും നമ്മൾ തൂഫാനാക്കും. താങ്ക് യു, വെച്ചോ, ടാറ്റ.